രാജേഷിന് കാര്യമായ റോള് രാജീവ് ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിലുള്ള BJP-യിൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആദ്യം സ്ഥാനാർത്ഥി നിർണയം അടക്കമുള്ളവ വന്നപ്പോൾ രാജീവ് ചന്ദ്രശേഖരന് രാജേഷിനോട് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ പിന്നീട് കാര്യത്തിലേക്ക് ഇറങ്ങിയപ്പോൾ രാജീവ് ഒരു കാര്യം മനസ്സിലാക്കി. VV രാജേഷിന് തിരുവനന്തപുരം ജില്ലയിലൂടെ അത്രയും സ്വാധീനം മറ്റൊരു നേതാവിനുമില്ല. പല നേതാക്കളും വരികയും പോവുകയും ചെയ്യും. എന്നാൽ അണികൾക്കിടയിൽ പ്രവർത്തിച്ച് പരിചയമുള്ള, അണികളെ സ്വാധീനിക്കാൻ കഴിവുള്ള ഏക നേതാവ് രാജേഷാണ് എന്ന് തിരിച്ചറിഞ്ഞു. അവിടെയാണ് രാജീവ് ചന്ദ്രശേഖർ വ്യത്യസ്തനായത്. സാധാരണഗതിക്ക് BJP-യുടെ നേതൃത്വം അവരുടെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി മെറിറ്റ് നോക്കാതെ, വിജയസാധ്യത നോക്കാതെ നടപടിയെടുക്കും. സുരേന്ദ്രൻ ഇക്കാര്യത്തിൽ വിദഗ്ധനായിരുന്നു. രാജീവ് ചന്ദ്രശേഖർ ഒരു ശ്രമം നടത്തി. ഒരു കമ്മിറ്റിയെ വയ്ക്കുന്നു. സുരേഷിനെയും കരമന ജയനെയും വൈസ് പ്രസിഡന്റ് സോമനെയും ഉൾപ്പെടുത്തുന്ന ഒരു കമ്മിറ്റിയെ വെക്കുന്നു. ഈ കമ്മിറ്റിയോടെ കൗൺസിലർമാരെ നേരിട്ട് കണ്ട് സംസാരിക്കാൻ ചുമതലപ്പെടുത്തുന്നു. 50 കൗൺസിലർമാരെയും അവർ നേരിട്ട് കാണുകയാണ്. രാജീവ് ചന്ദ്രശേഖരന്റെ മനസ്സിൽ ഒന്നുണ്ട്. എന്തു തീരുമാനമായാലും കുഴപ്പമില്ല, എടുത്തോളൂ എന്ന് കൗൺസിലർമാർ പറയട്ടെ എന്ന തരത്തിലായിരുന്നു സംസാരം പോയത്. എന്നാൽ കൗൺസിലർമാർ പറഞ്ഞു, അങ്ങനെ പാടില്ല, കൂടുതൽ താല്പര്യമുള്ള ആളെ തിരഞ്ഞെടുക്കണം. രാജേഷിനോട് എതിർപ്പുള്ളവരുണ്ട്, പക്ഷേ ഭൂരിപക്ഷം പേരും രാജേഷിന്റെ പേര് പറഞ്ഞു. 2ാം സ്ഥാനത്ത് പോലും ശ്രീലേഖയുടെ പേര് വന്നില്ല. ശ്രീലേഖയ്ക്ക് ഒട്ടും പിന്തുണയില്ല എന്ന സത്യം തിരിച്ചറിയുന്നു. വാസ്തവത്തിൽ ഷോക്കായിപ്പോയത് രാജീവ് ചന്ദ്രശേഖരാണ്. ഇവിടെയാണ് രാജീവ് ചന്ദ്രശേഖർ മികവ് തെളിയിച്ചത്. സാധാരണ BJP നേതാക്കളുടെ രീതി അനുസരിച്ച് അവർക്ക് ഇഷ്ടമുള്ളവർ നടപ്പിലാക്കും. അതിന് അധികാരമുണ്ട്. ആരാണോ പ്രസിഡന്റ് പദവിയിലിരിക്കുന്നവർക്ക് എന്തു തീരുമാനമെടുക്കാൻ അധികാരമുണ്ട്. രാജീവ് ചന്ദ്രശേഖർ തീരുമാനിക്കുന്നത് പോലെ നടപ്പിലാവും. ജനറൽ സെക്രട്ടറിമാരൊക്കെ രാജീവ് പറയുന്നത് പോലെയാണ്. എന്നാൽ കൗൺസിലർമാർക്കിടയിൽ എതിർപ്പുണ്ട് എന്ന് തിരിച്ചറിഞ്ഞതോടെ രാജീവ് ചന്ദ്രശേഖർ തൻ്റെ നിലപാട് തിരുത്താൻ തീരുമാനിച്ചു. അഭിപ്രായം ഇരുമ്പുലക്കെ അല്ല എന്ന് രാജീവ് ചന്ദ്രശേഖർ തിരിച്ചറിഞ്ഞു. വിജയമാണ് സുപ്രധാനം.